വലിയ കാര്യത്തിൽ ലിഫ്റ്റിൻ്റെ അകത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് ഡോറ് നോക്കിയപ്പോഴാണ് തൻ്റെ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പുറത്തായിരുന്നു അതിൻ്റെ തുടക്കം. പിന്നെ വെളിയിലിറങ്ങി വിശാലമായ ഷോറൂമിൽ നിന്ന് എനിക്കൊരു പാൻറ്റും ടോപ്പും, അതായത് ഓഫീസിലിടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ടും പാൻറ്റും എടുക്കാനാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞ് താഴെ വെളിയിലിറങ്ങി. പക്ഷേ അഥർവ് വേദുവിനായിരുന്നു കോൾ അടിച്ചത്. അവനെ ഇഷ്ടം പോലെ ഡ്രസ്സ് എടുത്തു, ഒരു 4-5 എടുത്തു. പിന്നെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അവിടെ ഈ നിരത്തി വെച്ചിരിക്കുന്ന സ്നാക്സ് കണ്ടിട്ട് ഏത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ എല്ലാം കണ്ടിട്ട് അവസാനത്തെ അവലോകത്തിന് ശേഷം ഞാനൊരു ചായയും അതിനോടൊപ്പം ഇത് മസാല ബോണ്ടയാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഇത് ആക്ച്വലി വേദയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ മസാല ബോണ്ട ഞാൻ പിന്നെ കൊള്ളാവുന്നതുകൊണ്ട് ഒരെണ്ണോടെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. വേദയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമ്മൾ വിചാരിച്ചത് വേദയ്ക്ക് മധുരമൊക്കെ ആയിരിക്കും ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പഴം വാങ്ങിച്ചത്. പക്ഷേ അവൻ ഫുള്ള് കഴിച്ചത് മസാല ബോണ്ടയായിരുന്നു. പിന്നെ ചേട്ടനും ഇഷ്ടപ്പെട്ടു. ചേട്ടനും സെപ്പറേറ്റ് ഒന്നും വാങ്ങിയില്ല. ഞാൻ ആ മസാല ബോണ്ട 2-3 തവണ വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേൾഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് മുസഫയിൽ ഷോപ്പിലോട്ടാണ് പോയത്. ഇവിടെ ഒരുവിധമുള്ള എല്ലാ ബ്രാൻഡും കിട്ടും ഷൂസ്. അപ്പോൾ എനിക്കും ഒരു ഷൂ വാങ്ങണം, വേദയ്ക്കും ഒരു ഷൂ വാങ്ങിക്കണം, ചേട്ടനും ഒരു ഷൂ വാങ്ങിക്കണം. പക്ഷേ അവസാനം നോക്കിയെടുത്തപ്പോൾ എനിക്കും ഷൂ കിട്ടി, വേദയ്ക്ക് ഷൂ കിട്ടി. ചേട്ടൻ അവസാനം വാങ്ങിക്കാതെ പുറത്തു വന്നു. ഇതാണ് ഞാൻ വാങ്ങിയ ഷൂ. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ കുറേ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങൊന്നും ഒരു ഷൂ കിട്ടിയില്ല. ചേട്ടൻ ഉദ്ദേശിച്ച സോള് കിട്ടുമ്പോൾ ഇത് കിട്ടത്തില്ല, മെറ്റീരിയൽ കിട്ടത്തില്ല. അങ്ങനെ ഇത് വേദയ്ക്ക് വാങ്ങിച്ച ഷൂ ആണ്. 2 സ്കെച്ചേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ചട്ടിച്ചോറ് ട്രൈ ചെയ്തു. ചട്ടിച്ചോറ് ഭയങ്കര നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. 20 ദിർഹത്തിന് ചട്ടിച്ചോറെന്ന് പറഞ്ഞിട്ട് ഈ കറികളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ചിക്കനും ബീഫൊക്കെ പേരിന് വേണ്ടി ചമ്മന്തി പോലെ അങ്ങും ഇങ്ങുമൊക്കെ ഓരോന്ന് മുട്ടിച്ചിട്ടേ ഉള്ളായിരുന്നു. അപ്പം ഇപ്പം ഞാൻ എക്സ്പ്രഷൻ ഇട്ട് കഴിക്കുന്നെങ്കിലും പിന്നെ കണ്ടപ്പോൾ വളരെ